നാളെ നമുക്ക് മുത്താറി ദോശ ചുടാം. മുത്താറി, പച്ചമുത്താറി, അതിൻ്റെ കുറച്ച് അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിപ്പൊന്നി ഇല്ലേ, അത് കുറച്ച് ചേർത്തിട്ടുള്ളൂ. ബാക്കി അധികം ഇത് കണ്ടോ, മുത്താറിയാണ് ഇത്. നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം രാവിലെ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് അരയ്ക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഒരു പിടി ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും കൂടെ കൂട്ടിയിട്ട് അതും വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ഇത് അരച്ച് വെച്ച് ഇതിൻ്റെ കൂടെ ഇതും കൂടെ നല്ലോണം അരച്ച് ചേർക്കണം. എന്നിട്ട് ഉപ്പ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ദോശ ചുടാം. നല്ല ഗുണമുള്ളതാണ് മുത്താറി. മുത്താറി ദോശ ചുട്ടാൽ നല്ലതാണ്, ഈ തണുപ്പത്തൊക്കെ നല്ലതാണ്. കണ്ടോ, ഇങ്ങനെയാണ് പച്ച മുത്താറി കൊണ്ട് ഈ പൊടി മേടിക്കും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ പൊടി മേടിക്കുകയല്ലേ, ആ പൊടി മേടിക്കുന്നതിൽ നല്ലതിങ്ങനെ പച്ച മുത്താറി തന്നെ അരച്ച് ദോശ ചുടുന്നത്. ഇതിങ്ങനെ അരി ചേർക്കാണ്ടും ചുടാം. വേണമെങ്കിൽ അരി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അരി ചേർക്കാതെ ചുടാം. നിങ്ങൾ ഈ മുത്താറി തന്നെ ഇതും ഉലുവ, ഒരു സ്പൂൺ ഉലുവയും കൂടെ തന്നെ ദോശ ചുടും. ഇങ്ങനെ ഉണ്ടാക്കും. വളരെയധികം നല്ലതാണ് ശരീരത്തിന്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്.